ചോറിൻ്റെ കൂടെയൊക്കെ തൊട്ട് കൂട്ടാനായിട്ട് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മളൊരു 3 കിലോത്തിൻ്റെ കേരമീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ തിരുമ്മി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കണ്ട, അതിനു മുമ്പായിട്ട് നമുക്കിനി കോരിയെടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ സെയിം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ അപ്പോൾ ആ മീനിൽ നമ്മൾ യൂസ് ചെയ്ത മസാലയുടെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് പച്ചമണം മാറി കഴിയുമ്പോൾ ചൊറുക്ക ഒഴിച്ച് തിളപ്പിക്കാം. ഈ കുരുമുളക് പൊടി എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അത് നിങ്ങളുടെ താല്പര്യം പോലെ ചേർത്താൽ മതി. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് രുചി ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മീനച്ചാർ റെഡിയായിട്ട് ഇനി നമുക്ക് എൻജോയ് ചെയ്യാം.